ഒറിജിനൽ ജാപ്പനീസ് വണ്ടിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു റീസ്റ്റോറേഷൻ വരുന്നുണ്ട്. അപ്പോൾ മെയ്ഡ് ഇൻ ജപ്പാൻ, സുസുക്കിയുടെ തന്നെയാണ്. സുസുക്കി ആണ് കണ്ടോ, എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലേ. അന്നത്തെ വരുന്ന ഒരു ട്യൂണിങ്ങും സ്വിച്ചും കാര്യങ്ങളൊക്കെ അന്നത്തെ തന്നെയാണ്. ഒറിജിനൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഈ ഒരു മൾഗാടൊക്കെ ഒറിജിനൽ നോക്കുവാണെങ്കിൽ സൈലൻസർ ആണെങ്കിലും അതേ സെയിം സൈലൻസറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ തന്നെ ഓർമ്മയുണ്ടോ? ഏകദേശം നമുക്ക് ചിത്രം സിനിമയിൽ ഒരു പാട്ട് സീനിൽ ഈ ഒരു വണ്ടി ഓടിക്കുന്നൊരു സീനുണ്ട്. ഇതൊരു സുസുക്കി ആണ് കേട്ടോ, ഇൻഡസ് സുസുക്കി ആണ് കേട്ടോ, ഒറിജിനൽ ജാപ്പനീസ് വണ്ടിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു റീസ്റ്റോറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് നോക്കാം, ഇതിൻ്റെ റീസ്റ്റോറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് ഒറിജിനലായിട്ടുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ടൈലൈറ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ ഒറിജിനൽ അന്നത്തെ കാലത്തിൽ 85-84 കാലഘട്ടങ്ങളിൽ ആ ടൈലൈറ്റും പിന്നെ ഈ ഒരു ഫ്ലാപ്പൊക്കെ അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ സൈലൻസർ ആണെങ്കിലും അതേ സെയിം സൈലൻസറും കാര്യങ്ങളൊക്കെ. ഷോക്ക് മിക്കവാറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് കവറൊക്കെ മാക്സ് 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ തന്നെയാണ് കേട്ടോ, മെറ്റലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടാങ്കും ആ ഒറിജിനലായിട്ടുള്ള ഒരു ഡിസൈൻ, ഈ ഒരു ഡിസൈൻ നമുക്ക് ഓർമ്മയുണ്ടോ? ഏകദേശം നമുക്ക് ചിത്രം സിനിമയിൽ ഒരു പാട്ട് സീനിൽ ഈ ഒരു വണ്ടി ഓടിക്കുന്നൊരു സീനുണ്ട്. അത് കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ വാല്യൂ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 100cc ബൈക്കിൻ്റെ ഒരു പിസ്റ്റനും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് ഒറിജിനൽ വരുന്നത് ഒരു ജപ്പാൻ മെയ്ഡ് വരുന്നുണ്ട്. അതായത് ഇവിടെ എവിടെയോ ജപ്പാനിലെന്ന് എഴുതിയിട്ടുണ്ട്. അതെ, ഞാനൊന്ന് ലൈറ്റ് വേണമെന്ന് ഓൺ ചെയ്യട്ടെ. ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇതുണ്ടോ, മെയ്ഡ് ഇൻ ജപ്പാൻ, സുസുക്കിയുടെ തന്നെയാണ്. സുസുക്കി ആണ് കണ്ടോ, എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലേ. മെയ്ഡ് ഇൻ ജപ്പാൻ, ഇത് ജപ്പാൻ എഞ്ചിനാണ് കേട്ടോ. ഇത് ഇൻഡസുമായിട്ട് കൊളാബിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് ഇന്ത്യയിൽ വന്ന വണ്ടിയാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 10-35 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസ്റ്റോറേഷൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ എല്ലാം മൊത്തം പോയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു നീളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റീസ്റ്റോറേഷൻ, പിന്നെ നമ്മുടെ ഈ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ ഒറിജിനലായിട്ട് വരുന്ന മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാറും, പിന്നെ നമുക്ക് അന്നത്തെ വരുന്ന ആ ഒരു ട്യൂണിങ്ങും സ്വിച്ചും കാര്യങ്ങളൊക്കെ അന്നത്തെ തന്നെയാണ്. പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ ആണെങ്കിലും ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ 85-ലാണ്. പിന്നെ ചോക്ക് വലിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റൊക്കെ ആണെങ്കിലും ഒറിജിനൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഈ ഒരു മൾഗാടൊക്കെ ഒറിജിനലായിട്ടുള്ള സ്റ്റീൽ ക്രോമൊക്കെയാണ് പക്ഷേ അന്ന് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഡ്രിമ്മും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു വർക്ക്ഷോപ്പിലായതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റാത്തത്. ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ.